ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പിണറായിസം തന്നെയാണ് ശരിക്കും CPM-നെ തരിപ്പണമാക്കിയത് അല്ലെ, മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ പ്രകാരം? അതായത് UDF-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം 1980-ലാണ് UDF LDF ഉണ്ടാകുന്നത്. ഏതാണ്ട് 46 വർഷമായി. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിലും CPM-നും LDF-നും ഇത്ര കുറഞ്ഞ സീറ്റ് കിട്ടിയിട്ടില്ല. ഏറ്റവും മോശം വന്ന് 2001-ലാണ്. അന്ന് തന്നെ 40 സീറ്റ് കിട്ടി. അതേ സാഹചര്യമാണ് 41 സീറ്റ് കിട്ടി. അതേ സാഹചര്യം അത്രയില്ല. ഇപ്പൊ അതിലും 34-35 സീറ്റോളൂ. എനിക്ക് തോന്നുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം 1977 തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ തെരഞ്ഞെടുപ്പാണ്. ഞങ്ങളൊക്കെ ആദ്യം വർക്ക് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ്. അന്ന് 29 സീറ്റാണ് പ്രതിപക്ഷത്തിന്. അന്ന് പിന്നെ CPI കൂടെയില്ല, CPI മറുവശത്താണ്. എന്നിട്ട് പോലും 29 സീറ്റ് പിടിച്ചു. 40 CPIക്ക് വേറെ സീറ്റ് ഉണ്ടായിരുന്നു, കോൺഗ്രസിന്റെ കൂടെ. അതേ സമാനമായ അവസ്ഥ എന്ന് പറയാം. അത്രയില്ല. CPM-ന് അത്ര സീറ്റ് ഇല്ലാന്ന് പോകും. 26 സീറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് 1977-ലാണ് ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട വിധി CPM-ന് നേരിടേണ്ടി വന്നത്. പാർലമെന്റിലേക്ക് ആരും ജയിച്ചില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഇലക്ഷനാണ്. അതൊരു പ്രത്യേക സാഹചര്യമാണ് എന്നായിരുന്നു. അതിന് സമാന്തരമായാണ് ഇപ്പോൾ വന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ വളരെ തമാശയായിരുന്നു നമ്മുടെ നാട്ടിൽ. എക്സിറ്റ് പോള്, പ്രീ പോള് എല്ലാം ഒരുമാതിരി എല്ലാം തമാശയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ഇത് നെക്ക് ടു നെക്ക് മത്സരമാണ് എന്ന് എല്ലാ പ്രീ പോളുകളും, മിക്കവാറും എല്ലാ പ്രീ പോളുകളും 75-80 സീറ്റുകളാണ് പ്രീ പോളുകൾ UDF-ന് പറഞ്ഞത്. എങ്കിൽ ചെറിയൊരു എഡ്ജ് UDF-ന് ഉണ്ട്. പക്ഷെ വേണമെങ്കിൽ LDF തിരിച്ചു വരാം, 3.0 സാധ്യമാണ് എന്ന് വാദിച്ച് സമർത്ഥിച്ചു നമ്മുടെ വിശാരദന്മാരും. NS മാധവനെ പോലെയുള്ള ആളുകൾ, ഞാൻ അന്ന് നമ്മൾ ഈ ചാനലിൽ കമന്റ് ചെയ്തിട്ടുണ്ട് NS മാധവന്റെ കമന്റുകളെ പറ്റി. NS മാധവനെ പോലെയുള്ള ആളുകളൊക്കെ വലിയ തോതിൽ, നല്ല ഒരാൾ പറഞ്ഞു NS മാധവൻ അറിയാത്ത 2 കാര്യം രാഷ്ട്രീയവും ഫുട്ബോളുമാണ്. അയാൾ അസ്ഥിര എഴുതിക്കൊണ്ടിരിക്കണോ അതിനെ പറ്റിയാണ്. പിന്നെ അത് മാത്രമല്ല ഒരു ഇടതുപക്ഷ സഹയാത്രയും കൂടിയാണ്. അല്ല, എന്നാലും അങ്ങനെ പറയാൻ പാടില്ല. സഹയാത്രികനാവട്ടെ, ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ കൃത്യമായി ജില്ല തിരിച്ചൊക്കെ സീറ്റ് പറയേണ്ട വല്ല കാര്യമുള്ളൂ? അദ്ദേഹത്തിന് എന്തറിവുണ്ടായിട്ടാ? ഈ പ്രീ പോൾ നടത്തിയവർക്ക് പോലും അബദ്ധം പറ്റിയെന്ന് നമുക്കറിയാം. കാരണം ഞാൻ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം ഇവിടെ ചില സർവേകൾ, അതാണ് ഏറ്റവും ചരിത്രം. അതിലും തുടർഭരണം വേണമെങ്കിൽ സാധ്യമാണ്. ചെറിയൊരു എഡ്ജ് UDF-നുണ്ട്. അന്ന് തന്നെ ഞാൻ നിങ്ങളുടെ ഈ ചാനലിലും പറഞ്ഞിട്ട് വേറെ ചാനലിലും പറഞ്ഞു, അങ്ങനെ ഒരു നെക്ക് ടു നെക്ക് ആയിട്ടൊരു പൊസിഷൻ ഉണ്ടാകും. സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യം UDF-നാണ്. അല്ല, എന്തായാലും നെക്ക് ടു നെക്ക് ഒരു സംഗതി ഇല്ല കേരളത്തിൽ. കാരണം ഒരു തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് 2011 മാത്രമാണ് അങ്ങനെ വന്നത്. അതിന് ചില സവിശേഷ സാഹചര്യങ്ങളുണ്ട്. കാരണം LDF-ന് ചാൻസ് ഉണ്ടായിരുന്നു, VS അച്യുതാനന്ദൻ തുടർഭരണത്തിന് ചാൻസ് ഉണ്ടായിരുന്നു ഇവിടെ. ആ ചാൻസ് CPM കളഞ്ഞതാ. VS അച്യുതാനന്ദൻ രണ്ടാമത് വരരുതെന്ന് പിണറായി വിജയൻ തീരുമാനിച്ചതിന്റെ ഫലമായിട്ട് പോയതാണ്. അല്ലെങ്കിൽ അന്ന് വന്നേനെ. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്ക് നേരിയൊരു വോട്ടിന്റെ പുറത്ത് കയറാൻ പറ്റിയത്. ഇത്തവണ അതല്ല സാഹചര്യം. ഇത്തവണ വളരെ കൃത്യമായും ഈ ഗവൺമെന്റിനെതിരായി പലതരത്തിലുള്ള വികാരങ്ങളുണ്ട്. അത് പ്രതിപക്ഷത്ത് മാത്രമല്ല, സാധാരണ ജനങ്ങളിൽ മാത്രമല്ല, പാർട്ടിക്കകത്തുമുണ്ട്. പാർട്ടി ഇതുവരെ നേരിടാത്ത ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയെ, സംഘടനാ പ്രതിസന്ധിയെ നേരിട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. പണ്ട് MP രാഘവൻ പോയി, ഗൗരിയമ്മ പോയി എന്നൊന്നും പറയുന്ന പോലെയുള്ള കാലമല്ല. അതൊരാൾ ഒറ്റയ്ക്ക് വിട്ടുപോകണു, കുറച്ച് ആളുകളുടെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളതല്ല. ഇത് കേരളത്തിന് തെക്ക് മുതൽ വടക്ക് വരെ, വടക്ക് മുതൽ തെക്ക് വരെ MLA-മാരായിരുന്നവർ, ഉയർന്ന നേതാക്കളൊക്കെ മാറിപ്പോകും. അതൊരു ട്രെൻഡായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇപ്പോ എല്ലാവരും പറഞ്ഞൊരു കാര്യം, LDF-ന് സീറ്റ് കുറയുമെന്നാണ്. 25 സീറ്റ് കുറയുമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. 75 സീറ്റ് കിട്ടുന്ന പറയുന്നത് 99-ന് 24 സീറ്റ് കുറയണമല്ലോ. അങ്ങനെയായിട്ടൊരു നെഗറ്റീവ് വരില്ല കേരളത്തിൽ നിന്ന് ഉറച്ചു വിശ്വസിച്ച ആളാണ്. എന്റെ പഴയ ഇതെടുത്ത് നോക്കാം. ഞാനത് കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തിയതാ. ഒരിക്കലും അങ്ങനെ വരില്ല. അങ്ങനെയാണെങ്കിൽ, നെഗറ്റീവ് ഉണ്ടെങ്കിൽ, ഇവരൊക്കെ പാർട്ടിക്കാരൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഈ ഇടതുപക്ഷക്കാർ പറഞ്ഞു, ഇടതുപക്ഷ ചാനലുകൾ പറഞ്ഞു, ഞങ്ങനെ നെഗറ്റീവ് ഒന്നുമില്ല, ഭയങ്കര വികസനത്തിന്റെ വലിയ ഒഴുക്കാണ്, പിന്നെ ഒരു മടുപ്പ് എന്നാണ്. ചിലപ്പോ മാറിയേക്കാം. പക്ഷെ 25 സീറ്റ് കുറയുന്നു, 25 സീറ്റിൽ നിൽക്കില്ല. അത് ചിലപ്പോൾ 50-ഓ അതിൽ കൂടുതലോ പോയേക്കാം. എന്ന് പറഞ്ഞാൽ 90 മുതൽ 100 വരെ എത്താം എന്ന് പ്രതീക്ഷിച്ച ആളാണ് ഞാൻ, പറഞ്ഞിട്ടുള്ള ആള്. അങ്ങനെയാണ് അതിന്റെ സാധ്യതയുള്ളത്. കാരണം നെക്ക് ടു നെക്ക് വരില്ല. അതിന് കാരണം UDF തരംഗം ഉണ്ടാവുമെന്ന് കൃത്യമായിട്ട് 90 മുതൽ 100 വരെ സീറ്റ് വരാം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിന് കാരണം CP രാഷ്ട്രീയത്തിനെ പോലെയുള്ള ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട്. ഞാനും ഏതാണ്ട് അതുപോലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കുറെ കാലമായി വിശകലനം ചെയ്യുന്ന ഒരാളാണ്.
നെഗറ്റീവായിട്ട് ഗവൺമെന്റിനെതിരായിട്ടും പിണറായിക്കെതിരായിട്ടും ഉണ്ട് എന്ന് കൃത്യമായി നമ്മൾ അന്ന് വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ്. അത് എവിടെയൊക്കെ കൊള്ളും, എത്രയൊക്കെ വരും എന്നറിയില്ല. അതിനെ നമ്മൾ ന്യൂനപക്ഷ ഏകീകരണം എന്നോ ഭൂരിപക്ഷ ഏകീകരണം എന്നോ ക്രൈസ്തവ ഏകീകരണമോ മുസ്ലിം ഏകീകരണം എന്നൊന്നും പറഞ്ഞാൽ പോരാ. സാധാരണ ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിനോട് എതിർപ്പുണ്ട്. സിമ്പിൾ. നല്ല രീതിയിൽ എതിർപ്പുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിച്ചു എന്ന് പറഞ്ഞാൽ കേരളം ഒട്ടുക്ക് കാണിച്ചു, ഒരു സ്ഥലത്ത് മാത്രമല്ല. പക്ഷേ അതിൽ 3 സീറ്റ് BJP കിട്ടി എന്ന് പറയുന്നതിന് തന്നെ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? എവിടെ UDF ശക്തമല്ലാതിരുന്നുവോ അവിടെ BJP ജയിച്ചു. UDF ശക്തമായ സ്ഥലത്തേക്ക് ജനങ്ങൾ UDF വോട്ട് ചെയ്തു. UDF ജയിക്കില്ല LDF തോൽപ്പിക്കാൻ എന്നുള്ള സ്ഥലങ്ങളിൽ 3 സ്ഥലങ്ങളിൽ BJP വോട്ട് ചെയ്തു. ആ 3 സ്ഥലങ്ങളും അങ്ങനെയുള്ളതാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ CPM തകർച്ചയുടെ ഒരു വക്കി നിൽക്കുകയാണല്ലോ. അപ്പൊ ഇത് BJPയുടെ വളർച്ചയുടെ ഒരു കാരണം. അല്ല, അത് പറയാം. ഞാൻ അതിന് മുമ്പ് ഈ ഇലക്ഷനിൽ കുറെ സവിശേഷ സംഗതികളുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ കണ്ണൂർ ജില്ലയടക്കം പാർട്ടിക്കകത്ത് സുധാകരനും അല്ലെങ്കിൽ ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഐഷ പോറ്റിയും അടക്കം പാർട്ടിക്കകത്ത് സാധാരണ പാർട്ടി പ്രവർത്തകർക്കുള്ള അതിശക്തമായ നെഗറ്റീവ് ഉണ്ട് ജനങ്ങൾക്ക്. അതിന്റെ പ്രതിഫലനം. 2, ആര് പിണറായിക്കെതിരെ വിരൽ ചൂണ്ടാൻ തയ്യാറാവുന്നുവോ അവർക്ക് വലിയ ഭൂരിപക്ഷം കൊടുക്കും തിരഞ്ഞെടുപ്പ്. നമ്മൾ കുറെ നോക്കിയാലേ അറിയാം. ഇപ്പോ ബേപ്പൂരായതുകൊണ്ട് അൻവർ ജയിക്കാതിരുന്നേ. വേറെ ഏത് മണ്ഡലത്തിലും ഇപ്പൊ തവനൂര് VS ജോയി ജയിച്ച ഭൂരിപക്ഷം എന്താ? അത് ന്യൂനപക്ഷമൊന്നുമല്ല. അവിടെ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾ, പെന്തക്കോസ്റ്റ് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട. അയാൾക്ക് അവിടെ ആളുമില്ല, അവിടെ വോട്ടൊന്നുമില്ല. അയാൾ ജയിച്ചില്ലേ, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചില്ലേ. അതും തവനൂർ എന്ന് പറയുന്ന KT ജലീൽ എത്ര കൊല്ലമായി കയ്യിൽ വെച്ചിട്ടുള്ള ഒരു മണ്ഡലം, അങ്ങനെയുള്ള ഒരാളാണ്. അതുപോലെ ഗവൺമെന്റിനെതിരായ വികാരം. 13 മന്ത്രിമാരാ തോറ്റത്. സതീശൻ 12 പറഞ്ഞു. 13 മന്ത്രിമാര് തോറ്റില്ലേ തെരഞ്ഞെടുപ്പിൽ? ഒരു മന്ത്രി മത്സരിക്കാത്തോണ്ട് തോറ്റു. മുഖ്യമന്ത്രി തോൽക്കാതെ തോറ്റു. മുഖ്യമന്ത്രിയും ഏതാണ്ട് ജയിച്ച മന്ത്രിമാരെ സ്ഥിതി എടുക്കൂ. 1000 വോട്ടിന് ജയിച്ച ബാലഗോപാൽ, 1000 വോട്ട് കഷ്ടി. കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷത്തിന് 4-1 കിട്ടി ജയിച്ച റിയാസ്, ഇവരല്ലേ ഇപ്പൊ ജയിച്ച ആളുകൾ. പിന്നെ CPIയുടെ 3 മന്ത്രിമാർ. താരതമ്യം അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. CPIയുടെ 3 മന്ത്രിമാർ ഒരു പരിധിവരെ രക്ഷപ്പെട്ടു. കാരണം വിരോധം മുഴുവൻ പിണറായിയോടായിരുന്നു, CPIയോടായിരുന്നു. അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അതൊന്ന്. മറ്റൊന്ന്, ഇപ്പൊ UDF ചെയ്ത ചില തെറ്റുകളുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൂടാതെ PK ശശിയെ പോലെ ഒരാൾ UDF നിർത്തി. ജനം നല്ല പണി കൊടുത്തില്ലേ? 3ാം സ്ഥാനത്തേക്ക് ആയില്ലേ PK ശശിയോടെ? മേജർ രവി NDA-കാരൻ 2ാം സ്ഥാനത്തായി. എന്ന് പറഞ്ഞാൽ ജനത്തിന് നല്ല സെലക്ഷൻ ഉണ്ട്. കേവലമായി കാറ്റ് പോലെ പോയി വോട്ട് ചെയ്യല്ല. ജനം പിക്ക് ആൻഡ് ചൂസ് നമ്മൾ പറയും, ചെറി പിക്കിംഗ് എന്ന് പറയും ഇംഗ്ലീഷിൽ. എന്ന് പറഞ്ഞാൽ നോക്കിയെടുക്കുക. നമ്മൾ മിസ്റ്ററിട്ടായി ഒരു കപ്പലണ്ടി തെരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട്, കപ്പലണ്ടി മാത്രം. അതുപോലെയാണ് ചെറി പിക്കിംഗ് എന്ന് പറയുന്നത്. ചെറി പിക്ക് ചെയ്തു ജനങ്ങൾ, അറിയാതെ വോട്ട് ചെയ്തില്ല. സ്വരാജ് പറയുന്ന പോലെ അനർഹമായൊന്നുമല്ല, അർഹമായി നോക്കി 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 ഓരോ മണ്ഡലത്തിൽ വോട്ട് ചെയ്തു. UDFന്റെ സ്ഥാനാർത്ഥികൾ മോശമായ സ്ഥലത്ത് മാത്രമേ അവർ തോറ്റിട്ടുള്ളൂ, അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള പ്രവർത്തനം നടക്കാത്ത സ്ഥലത്ത്, ചെറിയ കുറവുള്ള സ്ഥലത്ത്. ഇപ്പൊ 316 വോട്ടിന് അഴീക്കോട് അവിടുത്തെ സിറ്റിംഗ് MLA ചെറുപ്പക്കാരൻ സുമേഷ് തോറ്റു എന്ന് പറഞ്ഞാൽ അത് ജയമൊന്നുമല്ല. സുമേഷ് ജയിച്ചു 316 വോട്ടിന്. 126 വോട്ടിനാണ് മണലൂർ പ്രതാപൻ തോൽക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പോണ്ട സീറ്റുകളാണ്. ഇദ്ദേഹത്തിന്റെ നമ്മുടെ ഐഷ പോറ്റി തോറ്റത് 1000 വോട്ടിനാണ്. അതും ഒരു മന്ത്രി കൂടി തോൽക്കേണ്ടതാ സത്യത്തിൽ. CPM മന്ത്രിമാരിൽ രക്ഷപ്പെട്ടത് 2 പേരിൽ ഒരാളാ ബാലഗോപാലൻ. എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സജി ചെറിയാന്റെ ഭൂരിപക്ഷം വളരെ കുറഞ്ഞിട്ടുണ്ട്. സജി ചെറിയൻ ഏറ്റവും സേഫസ്റ്റ് ആയ മണ്ഡലം, ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഒക്കെ ഉണ്ട്. സജി ചെറിയനെതിരായ കാൻഡിഡേറ്റിനെ കുറിച്ച് UDF അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അയാളല്ല അവിടെ വേണ്ടെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. മാത്രമല്ല, അവിടെ മത്സരിച്ചിരുന്ന അവിടെ ബേസിലുള്ള സന്ദീപ് വാചസ്പതിയെ ഹരിപ്പാട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. സന്ദീപ് വാചസ്പതി അവിടെ ആയിരുന്നെങ്കിൽ സജി ചെറിയാനും വലിയ ഭീഷണി ഉണ്ടായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ, നേരെ മറിച്ച് UDFന്റെ ജയിച്ച സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം നമ്മൾ എടുത്താൽ കഷ്ടിച്ച് ജയിച്ച ഒരു സ്ഥാനാർത്ഥിയില്ലേ? 6000, 5000, 4000, ഏറ്റവും കുറഞ്ഞ് 10,000, പിന്നൊക്കെ വലുത്. ഞാൻ പറഞ്ഞ ഈ 1000 വോട്ടിന് ജയിച്ച ഒരു സ്ഥാനാർത്ഥി UDFിലില്ല. 1000 വോട്ടോ അതിൽ താഴെ ജയിച്ച ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ല. സമ്പൂർണ്ണ വിജയമായിട്ട്. എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കുറവ് സീറ്റ് ആകുമായിരുന്നു CPM ചിലപ്പോൾ. അടൂര് കോന്നിയിൽ 1200 വോട്ട്. അതും 5 ജില്ലകളിൽ ഒരു സീറ്റ് പോലും. ഞാൻ പറഞ്ഞ ഇത് ഏതെങ്കിലും
ഏകീകരണത്തിന്റെയോ ന്യായീകരണത്തിന്റെയോ ഒന്നുമല്ല, ജനങ്ങളെതിരായിരുന്നു എന്ന് തന്നെയാണ്. ഇനി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യമില്ല, ജനങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരൊന്നുമല്ല. കാരണം പിന്നെ ഇനി ഞാൻ ഈ സർവേകളെ കുറിച്ച് ഒരു വാക്ക് പറയണം. മുമ്പ് പറഞ്ഞതാണ്, മിക്കവാറും സർവേകൾ കള്ള സർവേകളായി. എക്സിറ്റ് പോളുകൾ അടക്കം കള്ള തട്ടിപ്പ് സർവേകളായി. പിണറായി വിജയന്റെ ഇത് കാശ് മേടിച്ചോ അല്ലെങ്കിൽ അതുവരെ സന്തോഷിപ്പിക്കാൻ ചെയ്ത സർവേകളാണ്. അതിൽ ആക്സിസ് ഇന്ത്യ മാത്രമാണ് സത്യസന്ധമായി വന്നത്. നമ്മൾ ആക്സിസ് ഇന്ത്യ സർവേയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ അത് ശരിയായി. ഞാൻ വിശ്വസിച്ചിട്ടില്ല ആക്സിസിന്റെ സർവേ. തമിഴ്നാട് ഞാൻ വിശ്വസിച്ചിട്ടില്ല. നമ്മൾ ആക്സിസിന്റെ സർവേയിലെ ഷിഫ്റ്റുകൾ വരെ സംസാരിച്ചതാണ്. ഓരോ സാമുദായിക വിഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ഷിഫ്റ്റിനെ കുറിച്ച് പോലും ആക്സിസ് പറഞ്ഞിട്ടുണ്ട്. അവർ ആക്സിസ് ബംഗാളിൽ സർവേ നടത്തിയില്ല. കാരണം ആളുകൾ ചോദിച്ചാൽ മറുപടി പറയുന്നില്ല പേടിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം എന്തായിരുന്നു ഇതിന്റെ ട്രെൻഡ് എന്ന് മനസ്സിലാക്കാൻ. സതീശൻ 100 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ പോലും സതീശന്റെ കൂടെ നിൽക്കുന്നവരും വരെ ആരും വിശ്വസിച്ചില്ല. അവർ 80, 85. ഞാൻ 85 എന്ന് പറഞ്ഞ ആളോട് പറഞ്ഞു അങ്ങനെ ഒരു റിസൾട്ട് ഇല്ലത്, സമ്പൂർണ്ണാധിപത്യമായിരിക്കും. ഒന്നുകിൽ സമ്പൂർണ്ണാധിപത്യം അല്ലെങ്കിൽ തോൽക്കും. കാരണം അങ്ങനെയല്ല, ജനങ്ങളുടെ ഒരു വികാരം നമ്മൾ മനസ്സിലാവണ്ടേ. നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ഒരു മണ്ഡലത്തിലോ ഒരു സ്ഥലത്തോ ഒരു തരംഗമായിരിക്കും, അത് ഒരാൾക്കുമായിട്ട് കിട്ടില്ല. ഒരു തരംഗം തന്നെയായിരിക്കും. ആ തരംഗമാണ് ഇവിടെ ആഞ്ഞടിച്ചത്. ഇനി ഇതിനെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് നമ്മൾ കുറെ കാലമായിട്ട് ചർച്ച ചെയ്യാം. ഇപ്പൊ അതിലും കൂടി ചർച്ച നടക്കുന്ന ഒരു കാര്യം, ആരാ പ്രതിപക്ഷ നേതാവ്? സജി ചെറിയാനാണോ, ബാലഗോപാലാണോ, റിയാസ് ആണോ? ഇങ്ങനെ 3-4 പേരുകളാണ് ഇപ്പൊ കേൾക്കുന്നത്. പിണറായി വിജയൻ ആവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പിണറായി വിജയൻ എന്ത് ചെയ്യുന്നു നമുക്കറിയാം. ഏതായാലും സതീശന് ജനവാസം വന്നപ്പോ പിണറായി വിജയൻ ഏതാണ്ട് വനവാസത്തിന്റെ എത്തി. ഇനി അദ്ദേഹം പ്രതിപക്ഷ നേതാവ് കൂടി അല്ലെങ്കിൽ പിന്നെ അസംബ്ലിയിൽ വരാൻ പറ്റും. ഇനി അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റും. എം എൽ എ ആയിട്ട് തുടർന്ന ഒരു സീറ്റുകൾ വേറെ ആരെങ്കിലും രാജിവെച്ച് വേറെ ആരെങ്കിലും മത്സരിപ്പിച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പല്ല. അത് പറയാൻ പറ്റില്ല. കാരണം പിണറായി മാറിയാൽ പിണറായിയുടെ ഈ ദേഷ്യം ആളുകൾ പോകും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊരു കാര്യം. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായിക്കെതിരായ വികാരം ഉണ്ടാവില്ല. ഞാനത് കഴിഞ്ഞ നമ്മുടെ ഒരു ചർച്ചയിൽ ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ മുഖ്യമന്ത്രി ആരാ ആക്സിസിന്റെ സർവേയിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി സെലക്ട് ചെയ്ത് പിണറായി അല്ലേ എന്ന് ചോദിച്ചു. ശരിയാ. എന്താ കാരണം? CPM-നെ അനുകൂലിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ, പിണറായി മാത്രമേ. മറ്റവർക്ക് സതീശന് 28%, 8%, 10% ചെന്നിത്തലയ്ക്ക്, 5-6% ശശി തരൂരിന്, പിന്നെ 5-6% KC വേണുഗോപാലിന് ഒക്കെ ഇട്ടുപോയില്ലേ. അതുകൊണ്ട് കോൺഗ്രസിനെ UDF-നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 100% സതീശൻ വേണമെന്ന് പറയില്ല. ഇനിയൊരു പ്രതിസന്ധി ഉണ്ട്. സതീശനായി നോക്കിയ മുഖ്യമന്ത്രി അടുത്ത തെരഞ്ഞെടുപ്പിൽ സതീശന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് നേരിടുന്നെങ്കിൽ CPM പ്രതിസന്ധി വരും. ആരാടോ മുഖ്യമന്ത്രി? സതീശൻ തന്നെ ആയിരിക്കും. CPM ആരാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? ചോദ്യം വരില്ലേ? അന്നത്തെ ഒരു കാലാവസ്ഥയാണ് നിൽക്കണമെങ്കിൽ. അത് കാലാവസ്ഥ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. 5 കൊല്ലം കൊണ്ട് കേരളത്തിൽ വെള്ളം ഒരുപാട് ഒഴുകി പോവാം. എന്തു വേണി സംഭവിക്കാം. മറ്റൊരു പ്രശ്നം, ഈ ഗവൺമെന്റ് മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ച കടമുണ്ട്. കുറെ വാഗ്ദാനങ്ങൾ പഴയ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്, ഇവരും കൊടുത്തിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ പറ്റുമോ? ഉദ്യോഗസ്ഥരുടെ ശമ്പള പരിഷ്കരണം പറഞ്ഞു 2 ലക്ഷം കോടി രൂപയൊക്കെ ഈ ശമ്പളം ബാക്കി DA കൊടുക്കാൻ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി വരുന്ന ഗവൺമെന്റിന്റെ മുമ്പിലുണ്ട്. ഒരു സംശയമില്ല. പിന്നെ അവർക്ക് കോൺഗ്രസിന്റെയും UDF-ന്റെയും പരിമിതികളും ഉണ്ടാവും. കേന്ദ്രത്തിൽ ഭരണം ഇല്ല. കേന്ദ്രത്തിന്റെ സമീപനം പിണറായിയോടുള്ളതിനേക്കാൾ മോശമായിരിക്കും സതീശനോ വേറെ കോൺഗ്രസിന്റെ ആരെങ്കിലും ആണെങ്കിൽ. ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും അവർക്ക് ന്യായമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ വികസനത്തെ കുറിച്ചല്ലേ പിണറായി ഇതുവരെ സംസാരിച്ചു. പിണറായിയുടെ ഒരു വൻകിട വികസനവും പിണറായി കൊണ്ടുവന്നതല്ല. UDF കൊണ്ടുവന്ന വികസനങ്ങളെ കുറിച്ച് പിണറായി സംസാരിക്കും. ഇപ്പൊ വിഴിഞ്ഞമാണെങ്കിലും അവരെ എതിർത്തതാണ്. കണ്ണൂർ എയർപോർട്ട് വന്നപ്പോൾ എതിർത്തതാണ്. കൊച്ചി മെട്രോ വന്നപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ വന്നപ്പോൾ എതിർത്തതാണ്. അപ്പൊ അവരതിന്റെയൊക്കെ അവകാശികളായി. ദേശീയപാത വന്നപ്പോൾ എതിർത്തതാണ്. അവരൊക്കെ അതിന്റെ അവകാശികളായി. ഞാൻ പറഞ്ഞത് ഇനിയിപ്പോ ഭാഗ്യമുണ്ടെങ്കിൽ UDF 5 കൊല്ലം കൊണ്ട് പുതിയ പദ്ധതികൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിയാതെ, പൂർത്തിയാക്കാൻ കഴിയാതെ വന്നാൽ LDF വന്നാൽ അവർക്ക് പൂർത്തിയാക്കാം. അങ്ങനെ ഒരു സാധ്യത ഉണ്ടില്ല ഞാൻ പറയാനില്ല. പക്ഷെ അതിന് LDF ഉണ്ടാവുമോ? ഇന്നത്തെ രീതിയിലാവും. എത്ര പാർട്ടിക്ക് എന്ത് ശക്തി ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ആരായിരിക്കും. കാരണം ഈ ഗവൺമെന്റ് മാത്രമല്ല, പ്രതിപക്ഷം നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. 3 BJP MLA-മാരുണ്ട് അസംബ്ലി.
കരുത്തരായ 3 BJP MLA മാർ. അവർ ഈ ഗവൺമെന്റിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഒറ്റ ലൈനിലാണ്, ഇസ്ലാമോഫോബിയ. മുസ്ലിം ലീഗിനെ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ ഗവൺമെന്റ് 27% മുസ്ലിങ്ങൾക്ക് 5-6 മന്ത്രി ഉണ്ടായിട്ട് പ്രത്യേകിച്ച് ലോകത്തിലൊരു ബുദ്ധിമുട്ടുമില്ല. 4-1 കൂടുതൽ വോട്ടുണ്ട്, സീറ്റുണ്ട്, ഇതുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞു 11 നായർ മന്ത്രിമാർ ഇവിടെ ഉണ്ടായിട്ടും ആർക്കും ഒരു ടെൻഷൻ ഉണ്ടായില്ല. 11% നായന്മാരേ ഉള്ളൂ. കഴിഞ്ഞ മന്ത്രിസഭയിൽ 11 നായന്മാരുണ്ട്. നമുക്കൊരു ഫോബിയയും മാഫിയയും തോന്നിയില്ല. ഒരു SC മന്ത്രി ഉണ്ടായില്ല അവസാനം രാധാകൃഷ്ണൻ പോയതിനു ശേഷം. കേളൂർ ST മന്ത്രി മാത്രം ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞത് അതൊക്കെ BJP വെക്കും. അതിനോട് എന്തായിരിക്കും CPM-ന്റെ സമീപനം എന്നത് വളരെ രസകരമായ കാര്യമാണ്. അതിനോട് ഒത്തുപോയിട്ട് വന്നാൽ CPM തഴക്കരും. കാരണം CPM-ന്റെ അടിസ്ഥാന വോട്ടിൽ നിന്ന് BJP-യിലേക്ക് പോകും. ഇസ്ലാമോഫോബിയ ആയിട്ട് CPM-ന് മുമ്പോട്ട് പോകാൻ കഴിയുമോ? അല്ലാതെ CPM-നെ സംബന്ധിച്ചിടത്തോളം വേറെ വഴിയില്ല. വേറെ വഴിയില്ലെങ്കിൽ ഗവൺമെന്റ് വിമർശിക്കുന്നതും മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നതും അല്ല, ഗവൺമെന്റിനെ വിമർശിക്കുന്ന വേറെ, മുസ്ലിം ലീഗിനെ വിമർശിക്കുന്ന വേറെ. അല്ല, മുസ്ലിം ലീഗ് ആയിരിക്കുമല്ലോ ഗവൺമെന്റിനെ നയിക്കുന്നത് എന്നുള്ള ഒരു പ്രതിച്ഛായ CPM സൃഷ്ടിച്ചാൽ അത് CPM-ന്റെ വോട്ട് പോകും. കാരണം BJP-യുടെ വളർച്ചയ്ക്ക് നന്നായി പറയുന്നത് ആരാ? BJP ആയിരിക്കും. BJP-യുടെ വളർച്ചയ്ക്ക് CPM സഹായിക്കുന്ന സ്ഥിതി വരും. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥ സൂക്ഷ്മമായി മുമ്പോട്ട് പോയില്ലെങ്കിൽ ഇന്നുള്ളതിൽ നിന്ന് വലിയ വ്യത്യാസം വരും. അതിൽ CPM-ന്റെ റോൾ നിർണായകമാണ്. പ്രതിപക്ഷം എന്നായിരിക്കും അവരെങ്ങനെ ഇതിനെ കാണുന്നുണ്ട്, അതായിരിക്കും CPM-ന്റെ ഭാവി. CPM-ന് കേരളത്തിൽ പുറത്തെവിടെയും താല്പര്യമില്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ BJP-യുടെ ലൈനിൽ പോവാം, CJP ആയിട്ട് മാറാം, അതൊക്കെ ചെയ്യാം. പക്ഷെ അപ്പോഴും CPI പോലെയുള്ള പാർട്ടിയുടെ സ്ഥിതി എന്തായിരിക്കും? ഇപ്പോൾ CPM-ന്റെ കൂടിയ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ സാധനം കാണാനില്ല. രണ്ടല മൊത്തം ഒഴിഞ്ഞുപോയി. ഒരേ ലൈനിലുണ്ട്. അവരും BJP-യിലേക്ക് ലയിക്കേണ്ട. അവരും BJP-ക്ക് പോവോ, UDF-ലേക്ക് കുറെ ആൾ വരും, കുറെ ആൾ BJP-ലേക്ക് പോകുന്നത് പറയാൻ പറ്റില്ല. CPI-ക്കും അധികകാലം CPM-ന്റെ കൂടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭരണങ്ങളുണ്ട്, അവരോട് നിൽക്കണം. ഭരണമില്ലാതെ നിൽക്കാൻ പറ്റില്ല. സ്വാഭാവികമായി ഇന്ത്യ മുന്നണി എന്ന അർത്ഥത്തിൽ അവർക്ക് കോൺഗ്രസിന്റെ കൂടെ കൂടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അഖിലേന്ത്യാ തലത്തിൽ രാഷ്ട്രീയ പ്രശ്നമൊന്നുമില്ല. കോൺഗ്രസിന്റെ കൂടെ ഒരുപാട് കാലം നിന്ന് ഭരിച്ചിട്ടുള്ളവരാണ് അവര്. കേരളത്തിൽ തന്നെ ഭരിച്ചിട്ടില്ലേ CPI-യും കോൺഗ്രസും. അപ്പൊ അതും ആവാം. അങ്ങനെ LDF എന്ന മുന്നണി സംവിധാനം തന്നെ ശിഥിലമാകുമോ എന്ന ചോദ്യം പ്രസക്തമാകുന്നുണ്ട്. അത് ഇപ്പൊ ബംഗാളിലും പ്രസക്തിയില്ല, എവിടെയും പ്രസക്തി. ബംഗാളിൽ ഒരു സീറ്റ് വെച്ച് കിട്ടി. ഇവിടെ ഇപ്പൊ എന്താ കിട്ടുക? CPI-ക്ക് അങ്ങനെ എത്ര കാലം ഒന്നുമില്ലാതെ ഈ ഹിന്ദുവൽക്കരിക്കപ്പെടുന്ന CPM-ന്റെ കൂടെ എത്ര കാലം നിൽക്കാൻ പറ്റും? ആ ചോദ്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരും. ഈ തെരഞ്ഞെടുപ്പിന്റെ വിശകലനം അങ്ങനെയാണ് ഞാൻ കാണുന്നത്.